ദർശനത്തിന് പ്രാവീണ്യമുള്ള ആളായിരുന്നു. ബുദ്ധദർശനത്തിനും പ്രാവീണ്യമുള്ള ആളായിരുന്നു. അതേ സമയത്ത് ഇതിലെ കാതലുള്ള കാര്യം, ഉദാഹരണ ബുദ്ധദർശനത്തിന്റെ തൃഷ്ണയെ കുറിച്ചുള്ള ബുദ്ധന്റെ കണ്ടെത്തലുകൾ ധർമ്മപദത്തിൽ പറയുന്നുണ്ട്. തൃഷ്ണയിൽ നിന്ന് ശോകം ഉണ്ടാകുന്നു, തൃഷ്ണയിൽ നിന്ന് ഭയം ഉണ്ടാകുന്നു, തൃഷ്ണ ഒഴിഞ്ഞവന് ശോകവുമില്ല, ഭയവുമില്ല. തൃഷ്ണ എന്ന് പറയുന്നത് ഡിസയറാണ്, ആഗ്രഹമാണ്. ആശാൻ വേദാന്തം സ്വാംശീകരിച്ചെങ്കിലും ബുദ്ധദർശനം സ്വാംശീകരിച്ചെങ്കിലും ആശാനെ കീഴ്പ്പെടുത്തിയ ഒരുപാട് സമസ്യകളുണ്ടായിരുന്നു. അതിലൊന്നാണ് തൃഷ്ണ എന്ന സമസ്യ, ഡിസയർ എന്ന സമസ്യ. ഈ സമസ്യയുടെ തിരുമുഖത്ത് വെച്ച് പഠിക്കാനാണ് ആശാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എക്കാലത്തെയും വലിയ മാസ്റ്റർ പീസുകൾ കിട്ടുന്നത്. നളിനി, അതുപോലെ ലീല തുടങ്ങിയ കൃതികൾ. അതാണ് ഈ തൃഷ്ണ ഒരു